ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഷൻ PSC. ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ തുടക്കക്കാർക്ക് PSC പഠിക്കാം അല്ലെങ്കിൽ ഒരു കിക്ക് സ്റ്റാർട്ട് കൊടുക്കാം എന്നൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. തുടക്കക്കാരാകുമ്പോൾ എങ്ങനെ തുടങ്ങണമെന്നോ എവിടെ നിന്ന് തുടങ്ങണമെന്നോ അറിയാത്ത ആശയക്കുഴപ്പത്തിലായിരിക്കും എല്ലാവരും. ആദ്യമായി നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ തുടക്കക്കാരാകുമ്പോൾ ഏതൊക്കെ പരീക്ഷ ഉണ്ടെന്നോ ഏതൊക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നോ എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും നമുക്കുണ്ടാവില്ല. അപ്പോൾ PSCയെക്കുറിച്ച് PSC പരീക്ഷാ രീതികളെക്കുറിച്ചും അല്ലെങ്കിൽ ഏതൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ ഏതൊക്കെ ലെവലുള്ള എക്സാമിന് അപ്ലൈ ചെയ്യാം, ഇപ്പോൾ +2 കഴിഞ്ഞവരാണെങ്കിൽ 10 +2 എക്സാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം, ഇതൊക്കെ ഏത് എന്നുള്ളൊരു അറിവ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ തന്നെ ഒത്തിരി വീഡിയോകളുണ്ട്. നമ്മളെല്ലാം ക്വാളിഫിക്കേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇപ്പം ആദ്യം തന്നെ ഒരു ഗോളുണ്ട് അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഡിഗ്രി ലെവലുള്ളവരാണെങ്കിൽ ഡിഗ്രി പാസ്സായവരാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, +2 ലെവൽ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ, 10th ലെവൽ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നൊക്കെ ഒരു ഗോൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും നമുക്ക്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠനത്തിനുള്ള സോഴ്സ് കണ്ടെത്തി വെക്കുക എന്നുള്ളതായിരിക്കും. കാരണം നമ്മൾ പഠിക്കാൻ ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ തന്നെ സോഴ്സ് കണ്ടെത്തി വെച്ചാൽ നമുക്ക് പഠന രീതികൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമുക്ക് സോഴ്സിന് യാതൊരു കുറവുമില്ലാത്തതിനാൽ, കാരണം യൂട്യൂബ്, ടെലിഗ്രാം അങ്ങനെ ഒരുപാട് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല. അപ്പോൾ ആദ്യമായി നമുക്ക് കുറച്ച് യൂട്യൂബ് ചാനൽസ്, ടെലിഗ്രാം ചാനൽസ്, അങ്ങനെ കുറച്ച് ചാനൽസ് പരിചയപ്പെടാം. അത് PSC പഠിക്കാൻ വളരെ പ്രയോജനമായിട്ടുള്ള കുറച്ച് ചാനൽസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ, നമുക്ക് ഒരു നല്ല ഗൈഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഗൈഡിൽ തന്നെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഗൈഡ് നമുക്കൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം. കേരള ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇന്നൊരു കേരള ചരിത്രത്തിൻ്റെ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നാളെ വേറൊരു സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കുന്നത്. പിറ്റേ ദിവസം പെട്ടെന്ന് നമുക്ക് ഈ സോഴ്സ് കണ്ടെത്താൻ പറ്റിയില്ല, എവിടെ നിന്നാണ് പഠിച്ചതെന്ന് കണ്ടെത്താൻ പറ്റിയില്ല, നമ്മുടെ ഗൈഡിൽ പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കിനി യൂട്യൂബ് ചാനൽ, കുറച്ച് ടെലിഗ്രാം ചാനൽസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം എന്നതൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ തുടങ്ങാം. കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ടെലിഗ്രാം ചാനൽസ്, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ഒരുപാട് ചാനൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ യൂട്യൂബിലും ഒത്തിരി ലൈവ് ക്ലാസ്സസ് നടത്തുന്നത്, കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് ഒത്തിരി ലൈവ് ക്ലാസ്സസ് നടത്തുന്നുണ്ട്. അതിൽ ട്രൂ ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, ടെലിഗ്രാം ചാനൽ. അവർക്ക് തന്നെ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നവരാണ്. അപ്പം ട്രൂ ടേൺ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിന് നല്ലൊരു ടെലിഗ്രാം ചാനലുമാണ്. അതുപോലെ തന്നെ അവരുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സൂപ്പർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട്, ഇത് ഞാൻ തന്നെ കണ്ടെത്തിയതാണ് കേട്ടോ. സൂപ്പർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതിൽ കാർത്തിക എന്നൊരു മിസ് ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എടുക്കും. 10 മണിക്കാണ് ക്ലാസ് വരുന്നത്. അവർക്ക് തന്നെ RRBയുടെയും ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അവരുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ്സാണ്. അതുപോലെ ഡെയിലി CA എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന ടെലിഗ്രാം ചാനലിൽ കയറി അടിച്ചു കൊടുത്താൽ തന്നെ ഒരുപാട് വരും. ഈ ട്രൂ ടേൺ എന്ന് പറഞ്ഞാൽ വാട്സപ്പിലും അവർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ വാട്സപ്പ് ജോയിൻ ചെയ്താൽ നമുക്ക് ഡെയിലി ബേസിൽ കാണാൻ പറ്റും. അടുത്തത് മാത്സിനെ കുറിച്ചാണ് പറയുന്നത്. മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. മാത്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഊഹിച്ചിട്ടുണ്ടായിരിക്കും. മാത്സിൽ ഏറ്റവും ബെസ്റ്റ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്റ്റൺ ആണ്. TRIGTURN, ട്രിപ്റ്റൺ. നമ്മുടെ ജെറിൻ സാറാണ് സൈലത്തിൽ പഠിപ്പിക്കുന്നത്. ജെറിൻ സാറാണ് പഠിപ്പിക്കുന്നത്. വളരെ മികച്ച ക്ലാസ്സസ്സാണ്. നമുക്ക് മാത്സ് ഒട്ടും അറിയാത്തവർക്ക് ഒരു ബേസ് ഫോമിൽ പഠിച്ചു തുടങ്ങാം. സാർ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കും. നമുക്ക് ഒട്ടും അറിയാത്തവർക്ക് ഒരു ബേസ് ഫോമിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റിയൊരു ചാനലാണ് ട്രിപ്റ്റൺ. അടുത്തത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഈ 3 സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. സിലബസ് കാണുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തിരിക്കുന്ന 3 സബ്ജക്ട്സ് ഇതാണ്. ഈ 3 സബ്ജക്ട്സിൽ അത്യാവശ്യം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ 3 സബ്ജക്ട്സ് ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് പ്രിലിംസിൽ കയറാൻ പറ്റും, പ്രിലിംസ് ലിസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട 3 സബ്ജക്ട്സാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. പരമാവധി ഈ 3 സബ്ജക്ട്സ് എന്നും പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, PYQs
ഇപ്പം ഇംഗ്ലീഷ് PYQs, മാത്സ് PYQs, മലയാളം PYQs എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ തന്നെ 1 മണിക്കൂർ അല്ലെ 1 മണിക്കൂറിന് താഴെ വരുന്ന വീഡിയോസ് സഹിതം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കണേ. അപ്പം ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിന് പറയുന്നത് നമുക്ക് ജാഫേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. വളരെ നല്ലൊരു ക്ലാസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ചക്രവാണി സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് എല്ലാവരും എനിക്കൊന്ന് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് സാറുമാരുണ്ടായിരിക്കുമല്ലോ. നമുക്ക് ആ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ജോലി നേടിയെടുക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ഭയങ്കരമായിട്ടും കിട്ടും. അപ്പോൾ ജാഫേഴ്സ് ഇംഗ്ലീഷ്, ചക്രവാണി ക്ലാസ്സസ് 2.0, അതുപോലെ തന്നെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്. അതും വളരെ നല്ല ക്ലാസ്സാണ്. അടുത്തത് മലയാളം സബ്ജക്റ്റ്. മലയാളം ഫ്രണ്ട്ലി PSC എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. നമുക്ക് പഠിക്കുന്ന സിലബസിൽ കൊടുത്തിരിക്കേണ്ട ഓരോ ടോപ്പിക്സും ഓരോ പ്ലേലിസ്റ്റ് ആക്കി ടീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളം ഈസി അല്ലേ എന്ന് വിട്ട് കളയും. പക്ഷെ മലയാളം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നമുക്കത് പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രാധാന്യമല്ലേ, അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവും നമുക്ക്. അപ്പം മലയാളം ആരും അവോയ്ഡ് ചെയ്യല്, മലയാളം പഠിക്കണം. അതിനുശേഷം ഞാൻ പറയുന്ന ക്ലാസ് ഹിസ്റ്ററി ക്ലാസ്സാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ ആസ്ത അക്കാഡമി എന്നൊരു ക്ലാസ്സുണ്ട് യൂട്യൂബ് ചാനലിൽ. അതിൽ അജിത് സുമേർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. സാർ എടുക്കുന്ന ഹിസ്റ്ററി ക്ലാസ്സസ് നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നവർക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഒട്ടും താല്പര്യം കാണില്ല അല്ലേ. അപ്പം അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ചാനലാണ്. നല്ല ബേസ് ഫോമിൽ സാർ പഠിപ്പിച്ചു തരും. ആസ്ത അക്കാഡമി. നിങ്ങളിപ്പോൾ പ്രത്യേകം CPO അല്ലെ ഫയർമാൻ, എക്സൈസ് പോലുള്ള പരീക്ഷകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണല്ലേ. അപ്പം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനൊരു നാഥനുണ്ടെങ്കിൽ അതെന്നും നോളജ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. സാർ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കാണ്, 20 മാർക്ക് നേടിയെടുക്കാൻ പറ്റിയ രീതിയിൽ സാർ പഠിപ്പിച്ചു തരും. അപ്പം നോളജ് ഫാക്ടറി. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒട്ടുമിക്ക നല്ല യൂട്യൂബ് അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽസ് പറഞ്ഞു പോവുകയാണ്. ലക്ഷ്യ, ഫാൽക്കൺ, എൻട്രി, സൈലം. ഇത് വളരെ മികച്ച യൂട്യൂബ് അല്ലെങ്കിൽ വേറെ തന്നെ ടെലിഗ്രാം ചാനൽസും ഉണ്ട്. ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.